നമസ്കാരം. ഒരു ഇലക്ട്രിക് വാഹനത്തിലേക്ക് ചേഞ്ച് ഓവർ ചെയ്യാൻ ഉള്ള ഒരു തീരുമാനം എടുക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ തീരുമാനമായി ഇതിനെക്കുറിച്ച് ആളുകളോട് അഭിപ്രായം ചോദിക്കുമ്പോൾ എല്ലാവരും ഉന്നയിച്ച ഒരു പ്രധാന സംശയമാണ് അങ്ങനെ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് ഒരു സ്വിച്ച് ഓവർ നടത്താൻ അല്ലെങ്കിൽ ചേഞ്ച് ഓവർ നടത്താൻ നമ്മൾ പാകമായോ? കേരളത്തിൽ ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങിക്കാറായോ? അല്ലെങ്കിൽ നമുക്ക് ഇലക്ട്രിക് വാഹനങ്ങൾ നമുക്കൊക്കെ ചേർന്നതാണോ? അങ്ങനെ ഒരുപാട് സംശയങ്ങൾ നമ്മുടെ സുഹൃത്തുക്കൾ, മലയാളികളായ സുഹൃത്തുക്കൾ ചോദിച്ചു. കാരണം എല്ലാവരും പറഞ്ഞൊരു ആശങ്ക എന്ന് പറയുന്നത് സാധാരണ ഡീസൽ വണ്ടികളേക്കാൾ അല്ലെങ്കിൽ പെട്രോൾ വണ്ടികളൊക്കെ അതിന് വില കൂടുതലാണ്. ആ അധികം കൊടുക്കുന്ന പണം നമ്മൾ ബാങ്കിലിട്ട് ആ പലിശ കൊണ്ട് പെട്രോൾ അടിച്ച് നമുക്ക് വണ്ടിയോട് ജീവിക്കാമല്ലോ, പിന്നെ എന്തിനാണ് ഇലക്ട്രിക് വാഹനങ്ങൾ എന്ന് അങ്ങനെയുള്ള ചില സംശയങ്ങളാണ് എല്ലാവരും ഉന്നയിച്ചത്. തീർച്ചയായിട്ടും ഏതൊരു പുതിയ കാര്യത്തിൽ വരുമ്പോഴും മലയാളികൾ എതിർത്തൊരു പാരമ്പര്യമാണ് നമുക്കുള്ളത്. അതിപ്പോൾ ട്രാക്ടറിൻ്റെ കാര്യത്തിലായാലും JCBയുടെ കാര്യത്തിലായാലും ടിപ്പറിൻ്റെ കാര്യത്തിലായാലും കമ്പ്യൂട്ടറിൻ്റെ കാര്യത്തിലും എന്തെങ്കിലും ഒരു പുതിയ കാര്യം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനെ അന്ധമായി എതിർക്കുക എന്നത് മലയാളികളുടെ ഒരു ശീലമാണ്. അത്തരത്തിലൊരു കാര്യമായി എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ തന്നെ ഈ വിഷയത്തിൽ കൂടുതലൊരു വിശകലനം നടത്താൻ അല്ലെങ്കിൽ ഒരു അന്വേഷണം നടത്തണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തി. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത് വെറും മലയാളികളുടെ സ്ഥിരം ഒരു ശൈലിയല്ലാതെ ഇതിനകത്ത് യാതൊരു യാഥാർത്ഥ്യവുമില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഇപ്പോൾ നമ്മൾ പറഞ്ഞു, ശരിയാണ്, ഇപ്പോൾ ഈ ഒരു വണ്ടി ഇത് പറഞ്ഞത് ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഈ ഒരു റേഞ്ചും ഈ ഒരു വലിപ്പവും ഈ ഒരു സൗകര്യമുള്ള ഒരു ഓട്ടോമാറ്റിക് വണ്ടി കിട്ടണമെങ്കിൽ ഏകദേശം 6 മുതൽ 7 ലക്ഷം രൂപ വരും. അതിൻ്റെ റോഡ് ടാക്സും ഇൻഷുറൻസ് കഴിഞ്ഞുമ്പോൾ ഏകദേശം 8-8.5 ലക്ഷം വരും. അപ്പോൾ ഏകദേശം ഈ വണ്ടിയുടെ വിലയായിട്ടോ. ഇനി വേണ്ട 2 ലക്ഷം 1 ലക്ഷം കൂടുതൽ 2 ലക്ഷം കൂടുതലാണെന്ന് തന്നെ വിചാരിക്കുക. അങ്ങനെ വിചാരിക്കുക ഈ 2 ലക്ഷം രൂപയ്ക്ക് നമുക്ക് എത്ര ലിറ്റർ ഡീസൽ അടിക്കാൻ പറ്റും? 2 ലക്ഷം ഒരു ലിറ്റർ പെട്രോളിന് അല്ലെങ്കിൽ ഡീസലിന് ഏകദേശം 100 രൂപ വെച്ച് കൂട്ടുകയാണെങ്കിൽ 2 ലക്ഷം രൂപയുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 20,000 അല്ലേ, 2 ലക്ഷത്തിന് 2,000 ലിറ്റർ ഡീസലാണ് നമുക്ക് അടിക്കാൻ പറ്റുക. അതായത് 100 രൂപ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 105 ഉണ്ടാവും, 100 വെച്ച് കണക്കൂട്ടിയാൽ തന്നെ നമുക്ക് 2 ലക്ഷം രൂപ 2,000 ലിറ്റർ ഡീസൽ അടിക്കാൻ പറ്റുള്ളൂ. 1 ലിറ്റർ ഡീസൽ കൊണ്ട് അല്ലെങ്കിൽ പെട്രോൾ കൊണ്ട് എത്ര കിലോമീറ്റർ ഓടും? പെട്രോൾ കൊണ്ട് ഏകദേശം 15-16, കമ്പനി 20, 22, 24 പറഞ്ഞാലും എൻ്റെ അനുഭവത്തിൽ ഞാൻ പല പെട്രോൾ വണ്ടികൾ ഓടിച്ച ഒരാളായതുകൊണ്ട് ഒരു ആവറേജ് കൊച്ചു വണ്ടിയാണ് പറഞ്ഞത്. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ XC500 അല്ല, ഇത് 9 കിലോമീറ്ററേ ഉള്ളൂ. അല്ല, ഈ കൊച്ചു വണ്ടികൾ, പഴയ കുഞ്ഞൻ വണ്ടികൾ, ആ കുഞ്ഞൻ വണ്ടികൾക്കൊക്കെ കിട്ടുന്നത് ഏകദേശം ഒരു 17ഒക്കെയാണ്. ഇപ്പോൾ വാഗണാർക്ക് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, ഇനി 5 വർഷക്കാലം വാഗണാർ ഉപയോഗിച്ചിട്ടുള്ള. അതിനൊക്കെ പരമാവധി കിട്ടിയിരുന്ന മൈലേജ് എന്ന് പറയുന്നത് 17 കിലോമീറ്ററാണ്. അപ്പോൾ 1 ലിറ്റർ ഡീസലിന് 17 എന്ന് പറഞ്ഞാൽ 17 ഇൻറ്റു 105 17 കൊണ്ട് കഴിക്കുമ്പോൾ ഏകദേശം എത്ര കിട്ടും? ഏകദേശം 6 രൂപ അല്ലേ? 6 രൂപ വേണം 1 ലിറ്റർ ഓടാൻ. അപ്പോൾ നമ്മൾ 2,000 ലിറ്റർ ഡീസൽ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര മൈലേജ് കിട്ടും? 2,000 ഇൻറ്റു 15, അതായത് 30,000 മൈലേജ് കിട്ടും. 30,000 കിലോമീറ്റർ ഓടുകയുള്ളൂ. 30,000 കിലോമീറ്റർ ഓടാൻ നമ്മൾ അടിക്കേണ്ടി വരുന്നത് 2 ലക്ഷം രൂപയുടെ പെട്രോളാണ്. അതായത് ആ 30,000 രൂപ ഓടാൻ നമുക്ക് ഈ വണ്ടിയിൽ എത്ര വരും? ഇത് കിലോമീറ്ററിന് 80 പൈസ ഒരു കിലോമീറ്റർ ചിലവ് വരുന്നത്. എന്ന് പറഞ്ഞാൽ 2 ലക്ഷം രൂപ വരുന്നിടത്ത് ഇവിടെ 24,000 രൂപ ഈ വണ്ടിക്ക് ചിലവുള്ളൂ. എന്ന് പറഞ്ഞാൽ വെറും 30,000 കിലോമീറ്റർ ഓടുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം 2 ലക്ഷത്തോളം രൂപ ലാഭം വന്നു കഴിഞ്ഞു. തീർച്ചയായിട്ടും ഇങ്ങനൊരു ഇലക്ട്രിക് വണ്ടി വരുന്നതിനെ എതിർക്കുന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ട്. കാരണം ഇന്ന് ലോകത്തിൻ്റെ വലിയ ഉന്നതയിൽ നിൽക്കുന്ന സാമ്പത്തിക ശക്തികൾ പലരും അടുത്ത സമീപകാലം വരെ വളരെ ദരിദ്രമായ പല രാജ്യങ്ങൾ ഇന്ന് സാമ്പത്തിക ശക്തികളായി ഉയർന്നു വന്നതിൻ്റെ പ്രധാന കാരണം ഈ എണ്ണയാണ്, ഡീസലാണ്, അല്ലെങ്കിൽ പെട്രോളാണ്. എണ്ണയുടെ ഉൽപ്പാദനം കൊണ്ടാണ് പല ലോകത്ത് ഇന്നത്തെ സമ്പന്ന രാജ്യങ്ങൾ പലരും നിലനിന്ന് പോകുന്നത്. ആ എണ്ണ വേണ്ട, പകരം ഇലക്ട്രിസിറ്റി മതി, സോളാർ എനർജി ഉപയോഗിച്ചുകൊണ്ട് ചാർജ് ചെയ്യാം. ഇലക്ട്രിസിറ്റി മതി എന്ന് പറഞ്ഞു ഈ രാജ്യങ്ങളെല്ലാം തന്നെ പ്രത്യേക വരുമാനങ്ങളൊന്നും ഇല്ലാത്ത രാജ്യങ്ങളാണ് ഇതിൽ പലതും. മരുഭൂമിയായി കിടന്ന രാജ്യങ്ങളാണ് പലതും. അവർ പിച്ചിച്ചട്ടി എടുക്കും. അതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രിക് വാഹനങ്ങൾ നഷ്ടമാണ് എന്ന് നമ്മളെ ലോകം മുഴുവൻ ഒരു കള്ളപ്രചാരണം നടത്താൻ ഒരു വലിയ ലോബി പ്രവർത്തിക്കുന്നുണ്ട്. പ്ലസ് അതുകൂടാതെ നമ്മുടെ നാട്ടിൽ ഈ ആയിരക്കണക്കിന് അല്ലെങ്കിൽ 10,000-കണക്കിന് ഡീസൽ പെട്രോൾ പമ്പുകളുണ്ട്, അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവർക്കും ഈ ഒരു പുതിയ വണ്ടി വരുന്നത്, പ്രത്യേകിച്ച് ഈ ഇലക്ട്രിക് വണ്ടി വരുന്നതിന് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ പരമാവധി എതിർക്കാൻ അല്ലെങ്കിൽ അതിനെ പരമാവധി കുറ്റം പറയാൻ ഇങ്ങനൊരു ലോബി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വലിയ സത്യമാണ്. പിന്നെ ഇനിയിപ്പോൾ എൻ്റെ ഒരു കാര്യത്തിൽ പേഴ്സണൽ കാര്യത്തിലേക്ക് വന്നു. ഇപ്പോൾ ഈ വണ്ടി ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് എനിക്ക് കിലോമീറ്ററിന് 9 രൂപ ഒരു 9 എണ്ണം മൈലേജ് 1 ലിറ്റർ ഡീസൽ അടിച്ചാൽ എനിക്ക് 9 കിലോമീറ്ററാണ്. എന്ന് പറഞ്ഞാൽ 100 രൂപയ്ക്ക് 9 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്ററിന് ഏകദേശം 11 രൂപ ചിലവ് വരും ഈ വണ്ടിക്ക്. ഇവിടെ വരുന്നത് 80 പൈസയാണ്. അപ്പോൾ നമുക്ക് ലാഭം എത്രയാണ്? 10 രൂപ 20 പൈസ 1 കിലോമീറ്ററിന് ലാഭം.
അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ മാതിരി ഒരു വർഷം ഞാൻ ഏകദേശം ഈ വണ്ടിക്ക് ഒരു മാസം ഏകദേശം ഒരു 20,000 24 ധാരാളം വണ്ടി ഓട്ടമുള്ള ഒരാളാണ്, ഒരുപാട് സഞ്ചരിക്കും, ട്രാവലിംഗ് ആവശ്യമുള്ള എൻ്റെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഈ വണ്ടി ഏകദേശം 20,000-നും 25,000 രൂപയ്ക്കാണ് ഒരു മാസം നമ്മൾ ഡീസൽ അടിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഇലക്ട്രിക് വണ്ടികളെക്കുറിച്ച് നമ്മൾ ചിന്ത വന്നത്. അങ്ങനെ ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ ഗുണം എന്താണ്, ഇപ്പോൾ ഇതിൻ്റെ അടവ് എന്ന് പറയുന്നത് ഏകദേശം 15,000 രൂപ ഒരു മാസം എനിക്ക് അടവ് വരുന്നത്. 15,000 രൂപ അടച്ചു വന്നു. ഇത് 25,000 രൂപ അടച്ചിരുന്നിട്ട് ആ 25,000-ൽ 15,000 രൂപ കൊടുത്തിട്ട് ഞാൻ ഈ വണ്ടി വാങ്ങിച്ചു. ഇതിനൊരു 5,000 രൂപയുടെ ഡീസലടിക്കും. അപ്പോൾ എനിക്ക് മെച്ചം ഒരു മാസം ഇപ്പോൾ അവസ്ഥയിൽ നിന്ന് 5,000 രൂപ ലാഭമാണ്. എൻ്റെ എല്ലാ കാര്യങ്ങളും പഴയ പോലെ എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ട് ഈ വണ്ടി ഉപയോഗിക്കുന്നവർക്ക് ഈ വണ്ടിയിൽ പോയിരുന്ന പല യാത്രകളും ഈ വണ്ടിയിലേക്ക് എനിക്ക് ഒരു മാസം ലാഭം എന്ന് പറയുന്നത് ഏകദേശം 5,000 രൂപ ലാഭമാണ് എന്നർത്ഥം. മനസ്സിലായി. അതായത് 25,000 വന്നിരുന്നിടത്തിൽ 15,000 രൂപ കൊണ്ട് നമ്മൾ ഈ വണ്ടി വാങ്ങിച്ചു, മാസം EMI വെച്ച് അടച്ചുകൊണ്ട് ഈ വണ്ടി വാങ്ങിക്കുന്നുണ്ട്. പ്ലസ് നമ്മൾ 5,000 രൂപയ്ക്ക് നമുക്ക് ഇതിനടുത്തേക്ക് അടിക്കും. അപ്പോൾ നമുക്ക് 5,000 രൂപ നമ്മുടെ പോക്കറ്റിലിരിക്കും. നമ്മളുടെ പണ്ടത്തെ അതേ ട്രാവലിംഗ് നീഡ്സ് എല്ലാം തന്നെ ഇപ്പോൾ 2 വണ്ടി ഉപയോഗിച്ച് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എല്ലാവരും പറയും ശരിയാണ്, ഈ വണ്ടിയിൽ പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു ഗമ നമുക്ക് ഈ വണ്ടിയിൽ പല സ്ഥലത്തും നമുക്ക് അനുഭവമുണ്ട്. പല ഹോട്ടലിലൊക്കെ ചെന്നിറങ്ങുമ്പോൾ നമ്മൾ ഈ വണ്ടിയിൽ ചെന്നിറങ്ങുമ്പോൾ ഒരു വിലയുണ്ട്, ഗമ കാണിക്കാം. പക്ഷേ ഈ വണ്ടി പോകുമ്പോൾ ആ ഗമ കിട്ടണമെന്നില്ല. പക്ഷേ ആ ഒരു ഗമ അങ്ങനെ അത്ര ഗമ ആവശ്യമുള്ളിടത്ത് നമ്മൾ ഈ വണ്ടിയിൽ പോകും. അല്ലാതെ നമ്മുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്കൊക്കെ പോയി ഈ വണ്ടി ധാരാളം മതി. ഗമ വേണ്ടിയെടുത്ത് നമുക്ക് ഈ വണ്ടിയും കൊണ്ടുപോകാം. അപ്പോൾ ഈ 2 ആവശ്യങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഗമ വേണ്ടിയെടുത്ത് ഈ വണ്ടി പോകുന്നുണ്ട്. അല്ലാതെ വരുന്ന നമ്മളെ നിരന്തരമായി വരുന്ന ആവശ്യങ്ങൾക്ക് പലയിടത്തും സഞ്ചരിക്കേണ്ടി വരുന്ന ആവശ്യങ്ങൾ ഈ വണ്ടി നിർവഹിക്കുന്നുണ്ട്. ഇങ്ങനെ 2 നിർവഹിച്ചാലും ഇപ്പോഴും എനിക്ക് ലാഭമാണ് 5,000 രൂപ. എൻ്റെ ആവശ്യങ്ങൾ പഴയ പോലെ അതേ യാത്രാ ആവശ്യം നിറവേറ്റി കഴിഞ്ഞാലും എനിക്ക് 5 രൂപ ലാഭം കിട്ടുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇലക്ട്രിക്കൽ വണ്ടികൾ വാങ്ങാൻ ഇപ്പോൾ സമയമായോ, ഇലക്ട്രിക് വണ്ടി ലാഭകരമായോ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. ഇലക്ട്രിക്കൽ വണ്ടികൾ വാങ്ങാൻ സമയം അതിക്രമിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളൂ. ഇലക്ട്രിക് വണ്ടി എന്തുകൊണ്ടും ലാഭകരമാണ്.